സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ എന്തൊക്കെ മുന്നറിയിപ്പാണ് നൽകുന്നത്? എത്ര ജാഗ്രത വേണം മലയോര മേഖലയിൽ പ്രത്യേകിച്ച്? വിജയകുമാർ, സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ ജില്ലകളിൽ 10, 11, 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യത പ്രവചിക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇന്ന് 12 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിശക്തമായ മഴ വയനാട് ജില്ലയിൽ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത തുടരണമെന്ന നിർദ്ദേശവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. നാളെ 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാടടക്കം ഇടുക്കിയിലും മലപ്പുറത്തും കൂടി നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിശക്തമായ മഴ ഈ മലയോര ജില്ലകളിൽ ഇന്നും നാളെയും തുടരും. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത തുടരണം. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു. കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ആ മേഖലയിൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റു തടസ്സങ്ങൾ നിലവിലില്ല എന്നാണ് അറിയിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ അത് സംബന്ധിച്ച് മാറ്റം വരും. എന്താണെങ്കിലും 4 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്നും നാളെയും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. വിജയകുമാർ. യെസ്, അലക്സ് വിവരങ്ങൾ നൽകിയത്. അടുത്ത 3-4 ദിവസം കൂടി ജാഗ്രത തുടരണം. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിൽ കുറച്ചുകൂടി കരുതൽ വേണമെന്നതാണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്. നമ്മൾ